Welcome back, my dear students, our English online class. Previous day we discussed the topic The School for Sympathy by E.V. Lucas that we completed. Its textual questions, textual activities and all we completed. Today we are going to discuss another topic that is The Merchant of Venice by William Shakespeare. Let us start. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദ സ്കൂൾ ഫോർ സിമ്പതി എന്നുള്ള പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിലെ പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരങ്ങൾ ഇവയെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയൊരു പാഠഭാഗമാണ്. മെർച്ചൻ്റ് ഓഫ് വെനീസ് അഥവാ വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന പുതിയൊരു പാഠഭാഗമാണ്. ഇത് എഴുതിയിട്ടുള്ളത് വില്യം ഷേക്സ്പിയർ ആണ്. ഓക്കെ, ലെറ്റ് us start. First of all, we can familiar the writer വില്യം ഷേക്സ്പിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഷേക്സ്പിയറിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഓക്കെ, വില്യം ഷേക്സ്പിയർ. William Shakespeare 1564 to 1616 was an English poet. 1564 ജനിച്ച വില്യം ഷേക്സ്പിയർ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കവിയാണ്, പ്ലേ റൈറ്റ് ആൻഡ് ആക്ടർ, നാടകകൃത്തോടൊപ്പം തന്നെ അഭിനേതാവുമാണ്. Widely regarded as the greatest writer in the English language and as the world's preeminent dramatist. മാത്രം ഇംഗ്ലീഷ് ഭാഷയിൽ അറിയപ്പെടുന്ന ഒരു സാന്നിധ്യമാണ് എഴുത്തുകാരൻ അദ്ദേഹം. ഹി ഈസ് ഓഫൺ കോൾഡ് ദ ബാഡ് ഓഫ് ആവൺ എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. ഹിസ് വർക്ക്സ് കൺസിസ്റ്റ് ഓഫ് 37 plays, 154 sonnets, 2 narrative poems and a few other verses, the authorship of some of which is uncertain. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയുന്നത് 37 നാടകങ്ങളും 154 സോണറ്റ്സ്, 2 നാരേറ്റീവ് പോയംസ്, മറ്റു ചില വേഴ്സസ്, കവിതാ സമാഹാരങ്ങൾ, ഇത്തരത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉള്ളത്. ഹിസ് പ്ലേസ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എവറി മേജർ ലിവിംഗ് ലാംഗ്വേജ് ആൻഡ് ആർ പെർഫോംഡ് മോർ ഓഫൻ ദാൻ ദോസ് ഓഫ് എനി അതർ പ്ലേ റൈറ്റ്. മറ്റുള്ള നാടകകൃത്തുക്കളെക്കാളും കൂടുതൽ ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാടകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. റിട്ടൺ സം ടൈം ബിറ്റ്വീൻ 1596 and 1598, The Merchant of Venice is classified as an early Shakespearean comedy. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന ഷേക്സ്പിയറൻ കോമഡിയിൽപ്പെട്ട അറിയപ്പെടുന്ന ഒരു ഭാഗമാണ് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്നുള്ളത്. ഓക്കെ, കമൽ ലെറ്റ് സ്റ്റാർട്ട്. ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് പ്ലേ ആണ്, നാടകമാണ്. ഫസ്റ്റ് പാസേജ്. അന്റോണിയോ വാസ് എ യങ് ആൻഡ് ഹോണസ്റ്റ് മെർച്ചൻ്റ് ഇൻ ദ ടൗൺ ഓഫ് വെനീസ്. വെനീസ് എന്ന നഗരത്തിലെ അറിയപ്പെടുന്ന സത്യസന്ധനും ചെറുപ്പക്കാരനുമായിട്ടുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു അന്റോണിയോ. ഹി വാസ് ദ കൈൻഡസ്റ്റ് മാൻ എവർ ലീവ്ഡ്. അദ്ദേഹം ദയാലുവായിട്ടായിരുന്നു എപ്പോഴും അദ്ദേഹം ജീവിച്ചത്. ഹി ഓൾവേസ് കെയിം ടു ദ ഹെൽപ്പ് ഓഫ് പീപ്പിൾ ഇൻ ട്രബിൾ. പലപ്പോഴും ആവശ്യം വരുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സഹായമായിട്ടാണ് അദ്ദേഹം പോകാറുള്ളത്. എന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത് ആ സമയങ്ങളിൽ അദ്ദേഹം സഹായിക്കുമായിരുന്നു. ഹി വാസ് ഗ്രേറ്റ്ലി ലവ്ഡ് ബൈ ഓൾ ഹിസ് ഫെല്ലോ സിറ്റിസൺസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ ആളുകളും അദ്ദേഹത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. അന്റോണിയോ ഹാഡ് എ ബോസം ഫ്രണ്ട് ബസാനിയോ. അന്റോണിയോയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ട്, ബസാനിയോ. ബോസം ഫ്രണ്ട്, ഉറ്റ സുഹൃത്ത്, ആത്മമിത്രം. അപ്പോൾ ബസാനിയോ ആണ് അന്റോണിയോയുടെ ഉറ്റ സുഹൃത്ത്. ഹി വാസ് എ നോബിൾ വെനീഷ്യൻ. ഒരു മാന്യനായിട്ടുള്ള വെനീഷ്യക്കാരനായിരുന്നു. ഹി വാസ് നോട്ട് വെരി റിച്ച്. അത്രത്തോളം തന്നെ പണക്കാരനായിരുന്നില്ല. He had lived a luxurious life and squandered all the little money he had. ഉണ്ടായിരുന്ന പണം തന്നെ അദ്ദേഹം പലപ്പോഴും അത് ദൂർത്തടിക്കുമായിരുന്നു. ആർഭാടമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. Whenever he wanted money, Antonio helped him. എപ്പോഴൊക്കെയാണോ ബസാനിയോയ്ക്ക് പണം ആവശ്യമായി വന്നിട്ടുള്ളത് അപ്പോഴൊക്കെ അന്റോണിയോ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. It seemed they had but one heart and one purse between them. ഇത് പലപ്പോഴും അവർക്കിടയിലെ ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു പേഴ്സ്, ഒരു അറയുമായിട്ട് അത് മാറ്റപ്പെട്ടു. എന്ന് വെച്ചാൽ അത്രമാത്രം ആഴത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. ബസാനിയോ ലവ്ഡ് എ ഗേൾ നെയ്മഡ് പോർഷ്യ, എ വെരി വെൽത്തി ലേഡി ലിവിങ് ഇൻ ബെൽമോണ്ട്. ബെൽമോണ്ടിൽ ജീവിക്കുന്ന വളരെ ധനികയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു പോർഷ്യ. പോർഷ്യയെ ഇഷ്ടപ്പെട്ടിരുന്നു ബസാനിയോ. ഹെർ ഫാദർ ഡൈഡ് സം ടൈം എഗോ ആൻഡ് ഷീ വാസ് ദ ഓൺലി ഹെയറസ് ടു എ ലാർജ് എസ്റ്റേറ്റ്. ഈ അടുത്താണ് പോർഷ്യയുടെ അച്ഛൻ മരണപ്പെട്ടത്. ഹെയറസ്, അവകാശിനി. ആ എസ്റ്റേറ്റിൻ്റെ മറ്റുള്ള സ്വത്തുക്കളുടെയും ഭൂമിയുടെയൊക്കെ ഏക അവകാശിനി പോർഷ്യ മാത്രമാണ്. പോർഷ്യ ടു ലവ്ഡ് ബസാനിയോ. പോർഷ്യ ബസാനിയെയും ഇഷ്ടപ്പെട്ടിരുന്നു. നൗ ഹി തോട്ട് ഓഫ് ഇംപ്രൂവിങ് ഹിസ് ഫോർച്യൂൺ ബൈ മാരിയിങ് ഹെർ.
തീർച്ചയായിട്ടും തൻ്റെ ജീവിതം ഒന്ന് നല്ല രീതിയിൽ കരുവ് പിടിക്കണം, അതിനു വേണ്ടി എത്രയും പെട്ടെന്ന് പോർഷ്യയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. One day, Bassanio came to Antonio and told him about his love for Portia and that he must go very soon to Belmont as a suitor to Portia. അങ്ങനെ ഒരു ദിവസം ബസാനിയോ അന്റോണിയോയെ കാണാൻ വരുന്നു. തൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പോർഷ്യയുമൊത്തുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ബെൽമോണ്ടിലേക്ക് ഉടനെ തന്നെ പോകണം, തൻ്റെ വധുവായിട്ട് സ്വീകരിക്കാൻ വേണ്ടി, വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ബസാനിയോ അന്റോണിയോട് പറയുന്നു. But he did not have any money even to dress himself suitably as the lover of so rich an heiress. അത്രമാത്രം ധനികയായിട്ടുള്ള, അവകാശിനിയായിട്ടുള്ള പോർഷ്യയെ സ്വന്തമാക്കാൻ വേണ്ടത്ര പണം നമ്മുടെ ബസാനിയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്റോണിയോയുടെ അടുത്തേക്ക് ബസാനിയോ വന്നിട്ടുള്ളത്. സോ ഹി ആസ്ക്ഡ് അന്റോണിയോ ടു ഹെൽപ്പ് ഹിം. അതുകൊണ്ട് തന്നെ അന്റോണിയോയുടെ അടുത്തേക്ക് പോയിട്ട് ബസാനിയോ അന്റോണിയോയുടെ സഹായം ആസ്വദിച്ചു. ബസാനിയോ വാണ്ടഡ് ഹിസ് ഫ്രണ്ട് ടു ലെൻഡ് ഹിം 3000 ducats. 3000 ducats അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ തൻ്റെ കയ്യിൽ, അന്റോണിയോയുടെ കയ്യിൽ 3000 ducats ഇല്ലായിരുന്നു. സോ ഹാപ്പൻഡ് ദാറ്റ് അന്റോണിയോ ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് മണി ഓൺ ഹിസ് ഷിപ്സ് ആൻഡ് സോ ഹാഡ് നോ മണി വിത്ത് ഹിം. കപ്പലിന് വേണ്ടി, കപ്പൽ യാത്രയ്ക്കും മറ്റും ചരക്കൊക്കെ അവിടേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പണം ചെലവഴിച്ചതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ബട്ട് ഹി എക്സ്പെക്റ്റഡ് സം ഓഫ് ഷിപ്സ് കം ഹോം സൂൺ ലാഡൻ വിത്ത് മെർച്ചൻഡൈസ്. അങ്ങനെ താൻ അയച്ചുവിട്ട കപ്പലുകൾ ഉടനെ തന്നെ അതിൻ്റെ വ്യവസായം, കച്ചവടമൊക്കെ നടത്തിയതിന് ശേഷം ഉടനെ തന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. ഹെൻസ് ഹി ഡിസൈഡഡ് ടു ബോറോ ദ എമൗണ്ട് ഫ്രം ഷൈലോക്ക് വു വാസ് എ മണി ലെൻഡർ. അപ്പോൾ അതുവരെ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും പണം വേണമല്ലോ, അതിനുവേണ്ടി അദ്ദേഹം പണം കടം കൊടുക്കുന്ന ഷൈലോക്കിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഷൈലോക്ക് ഹാഡ് ബിക്കം വെരി റിച്ച് ബൈ ലെൻഡിങ് മണി അറ്റ് എ വെരി ഹൈ ഇൻട്രസ്റ്റ് ടു മെർച്ചൻറ്റ്സ്. ഷൈലോക്കാണെങ്കിൽ പണം കടം കൊടുക്കുന്നത് വളരെ ഉയർന്ന രീതിയിലുള്ള പലിശയ്ക്കാണ്. വലിയ പലിശയ്ക്കായിരുന്നു അദ്ദേഹം കച്ചവടക്കാർക്ക് പണം കടം കൊടുത്തിരുന്നത്. ഹി വാസ് എ ഹാർഡ് ഹേർട്ടഡ് മാൻ ആൻഡ് വാസ് വെരി സിവിയർ വിത്ത് ഹിസ് കസ്റ്റമേഴ്സ്. മാത്രമല്ല അദ്ദേഹം വളരെ കർക്കശമായിട്ട് ആണ് പെരുമാറുക. അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ ആണ് അദ്ദേഹം പെരുമാറുന്നത്. സോ ഹി വാസ് മച്ച് ഡിസ്ലൈക്ഡ് ബൈ ഓൾ ഗുഡ് മാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദേഷ്യക്കാരനായിട്ടുള്ള നമ്മുടെ ഷൈലോക്കിനെ മറ്റുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തെ വെറുത്തിരുന്നു. അന്റോണിയോ ആൾസോ ഡിസ്ലൈക്ഡ് ഷൈലോക്ക് ഫോർ ബീയിങ് സോ ആംബിഷ്യസ് ആൻഡ് ഗ്രീഡി ഫോർ മണി. ഗ്രീഡി, ആർത്തി, പണത്തോടുള്ള ആർത്തി കാരണം തന്നെ ഷൈലോക്കിനെ അങ്ങേയറ്റം വെറുത്തിരുന്നു നമ്മുടെ അന്റോണിയോ. ഹി യൂസ്ഡ് ടു ലെൻഡ് മണി ടു ദ നീഡി പീപ്പിൾ വിത്തൗട്ട് ടേക്കിംഗ് എനി ഇൻട്രസ്റ്റ്. പക്ഷേ ഇവിടെ അന്റോണിയോ പലപ്പോഴും പണം കടം കൊടുത്തിരുന്നത് ഇതിൽ നിന്നുള്ള പലിശ ഈടാക്കാതെയായിരുന്നു. പക്ഷേ ഷൈലോക്ക് ആവട്ടെ താൻ നൽകുന്ന പണത്തിന് മേൽ തോതിലുള്ള പലിശ ഈടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഷൈലോക്കിന് അന്റോണിയോടുള്ള ദേഷ്യം വേറെ രീതി. Therefore there was great enmity between the greedy Shylock and Antonio. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഷൈലോക്കും അതോടൊപ്പം തന്നെ അന്റോണിയോയും അവർ തമ്മിൽ ശത്രുതയിലായിരുന്നു. അന്റോണിയോ ആൻഡ് ബസാനിയോ വെന്റ് ടു ഷൈലോക്ക്. അന്റോണിയോയും ബസാനിയോയും ഷൈലോക്കിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അന്റോണിയോ ആസ്ക്ഡ് ദ ജൂ ടു ലെൻഡ് ഹിം 3000 ducats അറ്റ് എനി ഇൻട്രസ്റ്റ്. അന്റോണിയോ ജൂതനായിട്ടുള്ള നമ്മുടെ ഷൈലോക്കിനെ കാണാൻ വേണ്ടി പോകുന്നു. ഏത് വിധേനയും 3000 ducats വാങ്ങാൻ വേണ്ടി, പലിശ എത്ര തന്നെ ആയിക്കൊള്ളട്ടെ, അതിന് ഈടാക്കുന്ന പലിശ എത്ര തന്നെ ആയാലും കുഴപ്പമില്ല, വാങ്ങണമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഷൈലോക്കിനെ കാണാൻ വേണ്ടി അന്റോണിയോയും ബസാനിയോയും പോകുന്നു. ഹി വുഡ് പേ ഇറ്റ് ബാക്ക് ആസ് സൂൺ ആസ് ഹിസ് ഷിപ്സ് റിട്ടേൺ ഫ്രം ദ സീ. തീർച്ചയായിട്ടും അദ്ദേഹം തിരിച്ചു നൽകും. തൻ്റെ കപ്പൽ എന്നാണ് തിരിച്ചു വരുന്ന സമയത്ത് കിട്ടുന്ന പണം കൊണ്ട് അത് ഷൈലോക്കിൽ നിന്ന് വാങ്ങുന്ന കടം തീർക്കാൻ വേണ്ടി അദ്ദേഹം വിചാരിച്ചിരിക്കുകയാണ്. ഷൈലോക്ക് തോട്ട് ഡീപ്ലി. ഈ സമയത്ത് ഷൈലോക്ക് അഗാധമായി ചിന്തിച്ചു. ഹി ടുക്ക് ദിസ് ആസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് റിവെഞ്ച് ഓൺ ദ വെനീഷ്യൻ ഹു ഹാഡ് ഇൻസൾട്ടഡ് ഹിം മെനി ടൈംസ്. അപ്പം അദ്ദേഹം ഇത് നല്ലൊരു സുവർണാവസരമാണ്, തൻ്റെ ശത്രുവായിട്ടുള്ള അന്റോണിയോക്കെതിരെ ഒരു പ്രതികാരം തീർക്കാനുള്ള ഒരു അവസരമാണ്, സുവർണ അവസരമാണ് എന്ന് അദ്ദേഹം കരുതുന്നു. ഷൈലോക്ക് റിവെഞ്ച്, പ്രതികാരം. യെസ്, ഐ വിൽ ലെൻഡ് യു മണി ആൻഡ് ഐ വിൽ ടേക്ക് നോ ഇൻട്രസ്റ്റ്. ഞാൻ നിനക്ക് പണം കടം തരാം, ഞാൻ നിനക്ക് നൽകുന്ന പണത്തിന്മേൽ യാതൊരു പലിശയും ഈടാക്കുകയില്ല. സെഡ് ദ ഗ്രീഡി മണി ലെൻഡർ. അത്യാർത്ഥിയായ പണം കടം കൊടുക്കുന്ന നമ്മുടെ ഷൈലോക്ക് അന്റോണിയോട് പറയണം. അന്റോണിയോ വാസ് സർപ്രൈസ്ഡ് അറ്റ് ദിസ് കൈൻഡ് ഓഫർ.
ഇത്രയും ദയനീയമായിട്ടുള്ള ഈ ഒരു ഓഫർ കണ്ടപ്പോൾ വളരെയധികം ആശ്ചര്യപ്പെടുകയായിരുന്നു അന്റോണിയോ. ഷൈലോക്ക് സ്റ്റിൽ പ്രിറ്റൻഡഡ് ടു ബി ജനറസ്. ഷൈലോക്ക് ഈ സമയത്ത് ഉദാരവാനായിട്ടുള്ള പണം കടം കൊടുക്കുന്ന നല്ല ഒരാളെപ്പോലെ അദ്ദേഹം അഭിനയിച്ചു. He again said he would lend him the 3,000 ducats and take no interest for his money if paid in time. കൃത്യസമയത്ത് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നൽകുന്ന പണത്തിന് മേൽ യാതൊരു പലിശയും ഈടാക്കുകയില്ല എന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞു. His only condition was that Antonio should go with him to a lawyer and sign a bond in Mary spot stating that if he did not pay the money in time he would forfeit a pound of flesh to be cut from any part of his body. അങ്ങനെ അവർ വ്യവസ്ഥ വെക്കുന്നതിന് വേണ്ടി അവർ വക്കീലിനെ കാണാൻ പോയി. വക്കീലിൻ്റെ അടുത്ത് നിന്ന് ഒരു കരാർ പത്രത്തിൽ അവർ എഴുതി ഒപ്പിടുകയും ചെയ്തു. എന്താണ്, കൃത്യസമയത്ത് തനിക്ക് ആ പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തൻ്റെ പേരിലുള്ള പണവും സ്വത്തുമെല്ലാം കണ്ടുകെട്ടും എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു പൗണ്ട് മാംസം മുറിച്ച് എടുക്കാനുള്ള അധികാരവും ഉണ്ട് എന്ന രീതിയിൽ ബോണ്ട് എഴുതി വാങ്ങിക്കുകയാണ് വക്കീൽ നിന്നും നമ്മുടെ ഷൈലോക്കും അന്റോണിയോയും. നോ ക്രെഡ് ബസാനിയോ, യു ഷാൾ റൺ നോ സച്ച് റിസ്ക് ഫോർ മീ. ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഉറ്റ സുഹൃത്തായിട്ടുള്ള ബസാനി പറഞ്ഞു, വേണ്ട, അങ്ങനെ റിസ്ക് എടുത്തുകൊണ്ടുള്ള ഈ ഒരു പണം കടമെടുക്കൽ വേണ്ട എന്ന രൂപത്തിൽ ബസാനിയെ എതിർത്തുകൊണ്ട് പറയുകയാണ്. ബട്ട് അന്റോണിയോ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി വുഡ് സൈൻ ഇറ്റ്. പക്ഷേ നിർബന്ധം കാരണം അന്റോണിയോ ആ കരാർ പത്രത്തിൽ ഒപ്പിട്ടു. ഫോർ ഹി വാസ് ഷുവർ ദാറ്റ് ഹിസ് ഷിപ്സ് വുഡ് റിട്ടേൺ വിത്ത് മണി ബിഫോർ ദ ഡേ ഓഫ് പേയ്മെൻറ്റ്. പണം അടയ്ക്കേണ്ട കാലാവധിക്ക് മുമ്പ് തന്നെ തൻ്റെ കപ്പലുകൾ തിരിച്ചു വരും, അതിലൂടെ കിട്ടുന്ന പണം തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം അതിൽ ഒപ്പിട്ടു. Antonio signed the bond and got the money, which he handed over to Bassanio, who immediately set off to Belmont with a splendid train to possess Portia as his partner of life. അങ്ങനെ അന്റോണിയോ ആ കരാർപത്രത്തിൽ ഒപ്പിട്ടു, പണം വാങ്ങി, പണം നമ്മുടെ അന്റോണിയോയ്ക്ക് കൈമാറുന്നു. ബസാനിയോ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര ബെൽമോണ്ടിലേക്ക് പുറപ്പെടുന്നു. തീർച്ചയായിട്ടും തൻ്റെ ഭാവി വധുവായിട്ടുള്ള പോർഷ്യയെ, തൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ള പോർഷ്യയെ പെട്ടെന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അവിടേക്ക് പോവുകയാണ്. വെൻ ബസാനിയോ അറൈവ്ഡ് ഇൻ ബെൽമോണ്ട്, പോർഷ്യ വാസ് വെരി മച്ച് വറീഡ് വെദർ ഹി മൈറ്റ് ബി സക്സസ്ഫുൾ ഇൻ ചലഞ്ച് റൈസ്ഡ് ബൈ ഹെർ ഫാദർ ബിഫോർ ഹിസ് ഡെത്ത്. തൻ്റെ അച്ഛൻ മരണത്തിന് മുൻപ് ഒരു പരീക്ഷണത്തിൽ വിജയിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പോർഷ്യയ്ക്ക് വളരെ വലിയ സങ്കടമുണ്ടായിരുന്നു. ഇൻ ഓർഡർ ടു സേവ് ഹിസ് ഡോട്ടർ ഫ്രം ഫോർച്യൂൺ ഹണ്ടേഴ്സ്, അതായത് ഇത്തരത്തിലുള്ള വേട്ടക്കാരിൽ നിന്നോ മറ്റുള്ള ദുഷ്ടരായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛനൊരു കാര്യം അവിടെ തയ്യാറാക്കി വെച്ചിരുന്നു. ഹി ഹാഡ് അറേഞ്ച്ഡ് 3 കാസ്കറ്റ്സ്, ഗോൾഡ്, സിൽവർ ആൻഡ് ലേഡൻ. അദ്ദേഹം 3 പെട്ടികൾ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. ആ പെട്ടിയിൽ ഒന്ന് സ്വർണ്ണ നിറത്തിലും മറ്റൊന്ന് വെള്ളി നിറം, മറ്റൊന്ന് ഈയം കൊണ്ടുള്ളതായിരുന്നു. ഫോർ ഹെർ സ്യൂട്ടേഴ്സ് ടു ട്രൈ. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യും, അവർ വന്നിട്ട് ഇത് സെലക്ട് ചെയ്യണം. ദ പേഴ്സൺ ഹു ചൂസ് ദ റൈറ്റ് കാസ്കറ്റ് ഇൻ വിച്ച് ഹെർ പിക്ചർ വാസ് ഡെപ്പോസിറ്റഡ് കുഡ് വിൻ ഹെർ. അപ്പോൾ താൻ നിക്ഷേപിച്ചിരിക്കുന്ന പോർഷ്യയുടെ മനോഹരമായ ചിത്രം അത് തിരഞ്ഞെടുത്ത് ആരാണോ ആ പെട്ടി എടുക്കുന്നത്, ആ തിരഞ്ഞെടുത്ത യഥാർത്ഥ വ്യക്തിക്ക് പോർഷ്യയെ സ്വന്തമാക്കാം. അതായിരുന്നു പരീക്ഷണം. ഹി സെഡ് ദാറ്റ് തിങ്സ് ദാറ്റ് ഗ്ലിറ്റേർഡ് ഔട്ട്സൈഡ് വെർ ഓഫൺ അഗ്ലി ഇൻസൈഡ്. കാരണം പുറത്ത് തിളങ്ങുന്നുണ്ടെങ്കിൽ പോലും അകമേ ഇത് വൃത്തികേടായിരിക്കും. അതുകൊണ്ട് തിളങ്ങുന്ന സിൽവറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വർണമോ അദ്ദേഹം എടുത്തില്ല, ആ പെട്ടി എടുത്തില്ല, കാസ്കറ്റ് എടുത്തില്ല. ഹി ദെൻ ചോസ് ദ ലേറ്റൻ കാസ്കറ്റ് ഓൺ വിച്ച് ഇറ്റ് വാസ് റിട്ടേൺ. അങ്ങനെ അദ്ദേഹം ഈയം കൊണ്ടുള്ള പെട്ടിയാണ് അവസാനം തിരഞ്ഞെടുത്തത്. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, വൂ എവർ ചൂസസ് മീ മസ്റ്റ് റിസ്ക് ഓൾ ദാറ്റ് ഹി ഹാസ്. തീർച്ചയായിട്ടും ആരാണോ ഇത് തിരഞ്ഞെടുക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും പ്രയാസമായിരിക്കും. It was a moment of joy for everyone because there was the lovely picture of Portia in it. അങ്ങനെ അദ്ദേഹം എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് മനോഹരമായിട്ടുള്ള പോർഷ്യയുടെ ചിത്രം കാണപ്പെട്ടു. Thus Bassanio proved successful in his suit and Portia consented to marry him. അങ്ങനെ ബസാനിയോ തെളിയിച്ചു താൻ ആ പരീക്ഷണത്തിൽ വിജയിച്ചുവെന്ന്. അങ്ങനെ പോർഷ്യ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. സമ്മതിച്ചു. Before the marriage, Bassanio confessed to Portia that he was not very rich. വിവാഹത്തിന് മുൻപ് ബസാനിയോ പോർഷ്യയോട് പറഞ്ഞു തൻ്റെ എല്ലാ കാര്യങ്ങളും, താൻ അത്ര ധനികനൊന്നുമല്ല, പണക്കാരനൊന്നുമല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിടാം.
His high birth and noble ancestry was all that he could be proud of. തൻ്റെ മുൻപുണ്ടായിരുന്ന ആളുകളൊക്കെ മാന്യന്മാരായിട്ടുള്ള ആളുകളാണ്, നല്ല കുടുംബ മഹിമയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ തനിക്ക് വേണ്ടത്ര പണമില്ല. Now when her turn came, Portia prettily said that she was an unschooled girl. അങ്ങനെ ബസാനിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അങ്ങനെ പോർഷ്യയുടെ അവസരം വന്നപ്പോൾ പോർഷ്യ പറഞ്ഞു, ഞാൻ അൺസ്കൂൾഡ് ഗേളാണ്, സ്കൂൾ വരെ പോയിട്ടില്ല, പഠനം എനിക്ക് തീരില്ല, വിദ്യാഭ്യാസമില്ല. ഷീ ലവ്ഡ് ഹിം ഫോർ ഹീസ് ഗുഡ് ക്വാളിറ്റീസ്. നല്ല ഗുണങ്ങൾ കണ്ടതുകൊണ്ടാണ് തന്നെ സ്നേഹിച്ചത്, ഇഷ്ടപ്പെട്ടത് എന്ന് പോർഷ്യ ബസാനിയോട് പറയണം. ഷീ ഹാഡ് ഇനഫ് റിച്ചസ്, ഐ ഗീവ് ദം ടു യു വിത്ത് ദിസ് റിംഗ്. സെയിങ് സോ ഷീ പ്രസൻറ്റഡ് എ റിംഗ് ടു ബസാനിയോ. എനിക്ക് ധനമുണ്ട്, ഞാൻ ധനികയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു റിങ് നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമ്മാനമായിട്ട് ഒരു മോതിരം കൈമാറുകയാണ് ബസാനിയോയ്ക്ക് പോർഷ്യ. ദെൻ എ മെസ്സഞ്ചർ അറൈവ്ഡ് ദേർ. ആ സമയത്താണ് ഒരു സന്ദേശവാഹകൻ അവിടേക്ക് എത്തിച്ചേർന്നത്. ഹി വാസ് സെൻഡ് ബൈ അന്റോണിയോ. അത് അന്റോണിയോ പറഞ്ഞയച്ച സന്ദേശവാഹകനാണ്. ഹി ഹാഡ് ബ്രോട്ട് എ ലെറ്റർ ഫ്രം അന്റോണിയോ കണ്ടെയ്നിങ് എ സാഡ് ന്യൂസ്. അന്റോണിയോ എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് അദ്ദേഹം വന്നത്. വെൻ ബസാനിയോ റീഡ് ദ ലെറ്റർ, അങ്ങനെ കിട്ടിയ കത്ത് ബസാനിയോ ഉറക്കെ വായിക്കുകയാണ്. പോർഷ്യ ഫൗണ്ട് ഹിസ് ഫേസ് ടേൺ പെയിൽ. ഈ സമയത്ത് പോലറി. ഷീ ഇൻക്വയർഡ് വാട്ട് ദ സാഡ് ന്യൂസ് വാസ്. എന്താണ് മോശമായ വാർത്ത എന്നുള്ള കാര്യം അവൾ അന്വേഷിക്കുകയാണ്. ഹി റീപ്ലൈഡ്, ഓ സ്വീറ്റ് പോർഷ്യ, ഹിയർ ആർ എ ഫ്യൂ ഓഫ് ദ മോസ്റ്റ് അൺപ്ലസൻറ്റ് വേർഡ്സ് ദാറ്റ് ഹാവ് എവർ ബീൻ റിട്ടൺ. അല്ലയോ സ്വീറ്റ് പോർഷ്യ, പ്രിയപ്പെട്ട പോർഷ്യയെ, ഇവിടെ ദുഃഖകരമായിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. He then told about Antonio and about his strange bond with Shylock to help him. അപ്പോൾ തീർച്ചയായിട്ടും അന്റോണിയോയുടെ ആ ഒരു ബോണ്ട്, കരാറിനെക്കുറിച്ചും ഷൈലോക്ക് വാങ്ങിയ പണത്തെക്കുറിച്ചും കരാറിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സഹായിക്കണമെന്നൊക്കെ പറയുകയാണ് ബസാനിയോ പോർഷ്യയോട്. ബസാനിയോ റീഡ് അന്റോണിയോസ് ലെറ്റർ. അങ്ങനെ ബസാനിയോ അന്റോണിയോ ലെറ്റർ വായിച്ചു. സ്വീറ്റ് ബസാനിയോ, മൈ ഷിപ്സ് ആർ ഓൾ ലോസ്റ്റ്. എൻ്റെ എല്ലാ കപ്പലുകളും നഷ്ടപ്പെട്ടു. മൈ ബോണ്ട് ടു ജ്യൂ ഈസ് ഫോർഫീറ്റഡ്. അങ്ങനെ എൻ്റെ പേരുള്ള ആ ഒരു കരാറ് ആ ജൂതൻ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇൻ പേയിങ് ഇറ്റ് ഐ ഷാൾ ലോസ് മൈ ലൈഫ്. തീർച്ചയായിട്ടും എനിക്കത് കൃത്യമായിട്ട് അടിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ജീവൻ നഷ്ടപ്പെടും. ഐ വിഷ് ടു സീ യു അറ്റ് മൈ ഡെത്ത് ബട്ട് ഇറ്റ് ഈസ് യുവർ പ്ലഷർ. എന്തായാലും നമുക്ക് മരണസമയത്ത് കാണാം, നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അന്റോണിയോ ബസാനിയോയ്ക്ക് കത്തിയിരിക്കുന്നത്. Oh my dear love, said Portia, be quick, you shall have gold to pay the money 20 times over. അല്ലയോ പ്രിയപ്പെട്ട എൻ്റെ ബസാനിയോ എന്ന് പറഞ്ഞുകൊണ്ട് പോർഷ്യ പറയാണ്, ബി ക്വിക്ക്, ഉടനെ തന്നെ നിങ്ങൾ എത്ര വേണോ അത്രയും, ആ പണത്തിൻ്റെ 20 ഇരട്ടി പണം നിങ്ങൾ കൊടുത്തോളൂ, എന്നിട്ട് അത് തീർപ്പ് ആക്കണം എന്ന രൂപത്തിൽ പറയണം. ബിഫോർ ദിസ് കൈൻഡ് ഫ്രണ്ട് അന്റോണിയോ ഷാൾ ലോസ് എ ഹെയർ ബൈ മൈ ബസാനിയോസ് ഫോൾട്ട്. തീർച്ചയായിട്ടും തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള അന്റോണിയോയുടെ ജീവിതം തൻ്റെ ഭർത്താവായിട്ടുള്ള ബസാനിയോയുടെ ആ ഒരു തെറ്റുകൊണ്ട് വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയാണ് പോർഷ്യ. പോർഷ്യ ദെൻ സെഡ് ഷീ വുഡ് ബി മാരീഡ് ടു ബസാനിയോ ബിഫോർ ഹീ സെറ്റ് ഔട്ട്. അപ്പോൾ പോർഷ്യ പറഞ്ഞു, ബസാനിയോ നിങ്ങൾ ഇവിടുന്ന് പോകുന്ന യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. ഇൻ ഓർഡർ ടു ഗീവ് ഹിം എ ലീഗൽ റൈറ്റ് ടു ഹെർ മണി. തീർച്ചയായിട്ടും പണം തനിക്ക് നിയമപരമായിട്ട് കിട്ടണമെങ്കിൽ, അവകാശം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും താൻ വിവാഹം കഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് എന്നെ വിവാഹം കഴിക്കണമെന്ന് പോർഷ്യ പറയുകയാണ്. ദ ഡേ ഓഫ് പേയ്മെൻറ്റ് ബീങ് പാസ്റ്റ്. അങ്ങനെ പണം കൊടുക്കേണ്ട ആ ഒരു ദിവസമെല്ലാം കടന്നുപോയി. ദ ക്രൂവൽ മണി ലെൻഡർ വുഡ് നോട്ട് ആക്സെപ്റ്റ് ദ മണി വിത്ത് ബസാനിയോ ഓഫേർഡ് ഹിം. അങ്ങനെ കടന്നു പോയതുകൊണ്ട് തന്നെ ബസാനിയോ നൽകാമെന്ന് ഏറ്റ പണം വേണ്ട എന്ന് ക്രൂരനായിട്ടുള്ള കടം കൊടുക്കുന്ന ഷൈലോക്ക് പറയണം. ഹി ഇൻസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് അന്റോണിയോസ് ഫ്ലഷ്. അദ്ദേഹം ഉറച്ചു നിന്നു, അന്റോണിയോയുടെ ശരീരത്തിൽ നിന്നും 1 പൗണ്ട് മാംസം മതി എന്നുള്ള ആ ഒരു വാക്കിൽ ഉറപ്പിൽ നിൽക്കുകയാണ്, കരാറിൽ നിൽക്കുകയാണ്. എ ഡേ വാസ് ഫിക്സ്ഡ് ടു ട്രൈ ദിസ് സ്ട്രേഞ്ച് കേസ് ബിഫോർ ദ ഡ്യൂക്ക് ഓഫ് വെനീസ്. വെനീസിലെ പ്രഭുവിൻ്റെ മുൻപിൽ വെച്ച് ഈ കേസ്, ഈ പരാതി വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ബസാനിയോ അവൈറ്റഡ് ഇൻ ഡെഡ്ഫുൾ സസ്പെൻസ് ദ റിസൾട്ട് ഓഫ് ദി ട്രയൽ. അങ്ങനെ ഭയാനകമായിട്ടുള്ള ആ ഒരു ട്രയല്, അതിനുവേണ്ടി വിചാരണയ്ക്ക് വേണ്ടി ബസാനിയും അന്റോണിയോ ഒക്കെ കാത്തിരിക്കുകയാണ്. ഓക്കെ, till we discussed the remaining portions of this play, we can continue in the next class. Still wait. Have a nice day.